guys, welcome back to my YouTube channel. This is me Lakshmi. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഒരു ഹെയർ കളറിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഹെയർ കളർ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. കുറച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ ഞാൻ ഭയങ്കര എവിടെയോ ഒന്ന് സ്റ്റക്കായതുപോലെ ഒരു ഫീലായിരുന്നു. സോ ഞാൻ അങ്ങനെ പോയി നമ്മുടെ മുടി വെട്ടി. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ കളറും ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായി. ആൻഡ് കളർ ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിന് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി പിന്നെ ചെയ്യാം എന്നാക്കി. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കളർ അടിക്കുന്ന ഒരു വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുകയും ചെയ്യാം. ഒത്തിരി ബഡ്ജറ്റും ആവില്ല, ഇത് മേടിക്കുന്ന പൈസ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഈ ഒരു കല്യാണ ടൈമിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഈ സെയിം ഗാർണിയറിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെതാണ്. ഗാർണിയറിൻ്റെ തന്നെ ചെറിയ ബോട്ടിൽ വാങ്ങി അവർക്ക് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ നല്ല കളർ വന്നു, അത് ഫെയ്ഡ് ആവും തോറും നന്നായിട്ട് കളർ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ സ്ട്രീക്സ് മേടിക്കാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. സ്ട്രീക്സ് ബ്രാൻഡിൻ്റെ കളർ മേടിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ അതില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഗാർണിയറിൻ്റെ വാങ്ങിച്ചു. ഇത് ഷെയ്ഡ് വന്നിട്ട് 7.3 ഗോൾഡൻ ബ്രൗൺ ആണ്. ഞാൻ വിർച്വൽ ട്രൈ ഉണ്ടല്ലോ, അതിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഗോൾഡൻ ബ്രൗണും കാരമൽ ബ്രൗൺ അങ്ങനെ എന്തോ ഒരു കളറാണ്. അപ്പോൾ എനിക്ക് യൂഷ്വൽ എന്താണ് ഒരു ഡൾ കളർ വേണ്ട, കുറച്ചൊന്ന് അറിയാൻ പറ്റുന്ന കളർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ട്രൈ ആണല്ലോ, ശരിയായില്ലെങ്കിൽ നമുക്ക് ഡൈ അടിക്കാം എന്നുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വാങ്ങി. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വന്നിട്ട് കുറച്ച് 200 സംതിങ് എന്തോ ആണ്. അത് ഇത് മാത്രമായിട്ട് കിട്ടും. ആൻഡ് ഈ ഒരു വലിയ പാക്കറ്റിൻ്റെ കൂടെ ഈ ഒരു സ്കാൽപ്പ് മസാജറും കൂടെ ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇത് വാങ്ങി. ഇതാണ് ആ സ്കാൽപ്പ് മസാജർ. എൻ്റെ കയ്യിൽ ഒരെണ്ണം വേറെ ഉണ്ട്, ഒരു ബ്ലാക്ക്. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാണോ? ഒരു ബ്ലാക്ക് വാങ്ങി. അപ്പം ഞാൻ ചോദിച്ചു ഇതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരെണ്ണം ആൾക്കും കൊടുക്കാം, ഒരെണ്ണം എനിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ വലിയ ബോക്സ് വാങ്ങിയ കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സ്കാൽപ്പ് മസാജ്. പിടിക്കാൻ പറ്റില്ല, മറ്റേ പിടിക്കുന്ന പിടിയില്ല, ഇങ്ങനെ ഉരുണ്ടതാണ്, ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ കൊള്ളാം, നല്ലതാണ്. ആൻഡ് ഇതിൻ്റെ സംഭവം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് 2 ഗ്ലൗസും പിന്നെ ഡെവലപ്പറും ക്രീമും ഉണ്ട്. ഇത് ഡെവലപ്പറും ഇത് ക്രീമുമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലൗസും വരുന്നുണ്ട്, ഒരു പെയർ ഗ്ലൗസും വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഹെയർ കളറിങ് വീഡിയോ ഇന്ന് തന്നെ ചെയ്യാമെന്ന്. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് റോളായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആളാണ് എൻ്റെ തലയിൽ കളർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നെ വിളിക്കണില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ആളെ വിളിക്കാം. മിസ്റ്റർ അജിത്. ഓക്കെ, ആളും അപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെയർ കളറിങ് പരിപാടി തുടങ്ങും. നീ ആർക്കെങ്കിലും ഹെയർ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടോ? മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ ഹെൽപ്പിനുണ്ടല്ലോ, പേടിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മള് അതിന്റെ കൂടെ എന്തായാലും പിന്നെ കളർ അടിക്കാൻ വീട്ടിൽ തീരുമാനിച്ചു. അപ്പൊ കുറച്ചൊന്ന് ഗ്രാൻഡ് ആവട്ടെ എന്ന് പറഞ്ഞ് ഈ കളർ അടിക്കുന്ന ഈ ബ്രഷൊക്കെ ഇപ്പൊ പോയി വാങ്ങി. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ബാക്കി ബൗളൊക്കെ നോക്കിയപ്പോൾ പുതിയതാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ തൊട്ട് കളിച്ചില്ല. പിന്നെ ഈ ഒരു ഷവർ ക്യാപ്പ് വാങ്ങി കളർ അടിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഇതിങ്ങനെ ടൈ ചെയ്ത് നമ്മൾ ബണ്ണിട്ട് വെക്കാം. മറ്റേ ക്ലിപ്പ് വെച്ചാൽ ഇരിക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷവർ ക്യാപ്പും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മുടി വെച്ചിട്ട് അങ്ങ് ഇരിക്കുമ്പോൾ അത് സെക്യൂർ ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഇതിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളത് പ്രിപ്പയർ ആയിട്ടൊന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പഴയ ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നത്. ആള് പുതിയ ഉടുപ്പാണ്, അതെ, എല്ലാം സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സെക്ഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മിക്സിങ് പരിപാടി തുടങ്ങാം. ആദ്യം ഞാൻ ഡെവലപ്പർ ഒഴിക്കാം. ആദ്യം നീ ക്രീം ഇടും, എന്നിട്ട് നമ്മൾ ഡെവലപ്പർ ഒഴിച്ച് മിക്സ് ചെയ്യാം. മൊത്തം ഒരു ഫുൾ ബോട്ടിൽ മൊത്തം എടുക്കണുണ്ട് കേട്ടോ. അതിൻ്റെ ഇതിൽ അടപ്പുണ്ടോ? അപ്പോൾ ഗൈസ്
ഞാൻ നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആത്മാവിനെ ഊറ്റിയെടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെതായി ഇങ്ങനെ ആക്കിയെടുത്തു ഗൈസ്. എന്തായാലും നമുക്ക് ഡെവലപ്പർ ഒഴിക്കാം. ഇത് പിടിക്കോ? ഡെവലപ്പറും കൂടി ഇനി നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒഴിക്കാം. ഇത് കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, പെട്ടെന്നങ്ങ് പോരും. കൊള്ളല്ലേ? അങ്ങനെ അത് ഗ്ലൗസ് ഇടണം, ഇല്ലെങ്കിൽ കളറാവും കയ്യില്. അല്ല, ഇത് ഡെവലപ്പറാണ്, മറ്റേതാണ് കളറ്. ഇത് കുറച്ചുകൂടെ കളർ വരാനുള്ളത്. അപ്പൊ ഇതിന്റെ നമ്മൾ ആത്മാവ് ഊറ്റി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മറ്റതിന്റെയും ആത്മാവ് വരെ ഊറ്റിയെടുത്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അത് ലാസ്റ്റ് ചെയ്യാനുള്ള ഹെയർ കളറാണ്. അല്ല, ഹെയർ കളർ അല്ല, കണ്ടീഷണർ. സോറി, ഞാൻ മറ്റേ ഇതൊക്കെ നോക്കി വായിക്കായിരുന്നു ഗൈസ്, എങ്ങനെയാണ് എത്ര സമയം വെക്കണം. അപ്പം ഇതിൽ 30 മുതൽ 45 വരെ എന്നാണ് കൊടുത്തേക്കണേ. നമുക്ക് 45 വരെ വെക്കാം ഗൈസ്, അല്ലേ? ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 45 മിനിറ്റ് ആവുമെന്ന്. അതുകൊണ്ട് നമ്മൾ താഴത്ത് മുകളിലോട്ട് പോകാന്ന് വിചാരിച്ച് പിശുക്കി ചെയ്യണം. താഴെ നിന്ന് കളറായാലും മുകൾ മൊത്തം കളറാവണം കേട്ടോ. മൊത്തം ഹെയർ കളർ അടിക്കണോണ്ടല്ല ഗൈസ് പ്രശ്നം, അയാള് നിന്ന് ചെയ്തു തരണമല്ലോ. ഐ ട്രസ്റ്റ് യു. ഇത് അതുണ്ടായിരുന്ന അത് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നാ മതി. ബട്ട് ഐ ട്രസ്റ്റ് യു. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് നിന്നെ വിളിച്ചത്. പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ കഴിയും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാന്നുള്ളൂ. പരീക്ഷണമല്ലേ, ഞാനായിരുന്നു ഒറ്റയ്ക്ക് ചെയ്താലും എന്തായാലും പാളിപ്പോവും. കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തോ. കുറച്ചായിട്ട് അപ്ലൈ ചെയ്യല്ലേ. അത് കുഴപ്പമില്ല, അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ പിടിച്ചേക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നല്ലേ ഇവിടെ നിന്ന് കുറച്ചെടുത്തോട്ടെ. ഓക്കെ, നീ താഴെന്ന് ഒരു സെക്ഷൻ എടുക്കുക, ഇത്ര ഇങ്ങനെ മൊത്തത്തിൽ എടുക്കുക, അത് മൊത്തം അപ്ലൈ ചെയ്യുക. ആ സമയത്ത് ഇതിങ്ങനെ മുകളിൽ ടൈ ചെയ്യുക. ഓ, റിയൽ ബാർബർ. ഇതെപ്പോ പോയി എടുത്തോണ്ടോന്ന്? എനിക്ക് വയ്യ. ഏട്ടായിയുടെ ഒരു കെയറിങ്. ഇത് ഞാൻ ഇന്നലെ മറ്റേ ഉലുവ തേച്ചാണ്. അത് നീ കണ്ടില്ലായിരുന്ന? അത് കഴുകായിട്ടില്ല ഗൈസ്. നേരത്തെ തുണിയൊക്കെ കൊണ്ടുവന്ന് കഴുകായിട്ട് നമ്മളെ വ്ളോഗിൽ കാണിക്കും നമ്മള്. അപ്പോൾ സെക്ഷനൊക്കെ എടുക്കാൻ അറിയാൻ ഗൈസ് ഇപ്പോൾ ആൾക്ക്. കാരണം എൻ്റെ കൂടെ മറ്റേ ക്രിംബർ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആളെ കൊണ്ട്, ഓഫ്കോഴ്സ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ, അതാണ്. അപ്പോൾ ക്രിംബർ യൂസ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് സെക്ഷൻ എടുപ്പിച്ച് ഇപ്പം സെക്ഷനൊക്കെ സൂപ്പറായിട്ട് എടുക്കും. സ്റ്റാർട്ട് ചെയ്യണം. കാണിച്ചു കൊടുത്തു കുറച്ച്. അത് മൊത്തം ഇങ്ങനെ അത്ര എടുത്തു. സൂപ്പറായിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തല്ലേ. ചുമ്മാ അതല്ലെങ്കിലും വരും. അല്ല, ഇത് മൊത്തം ഹെയറേ കയ്യിലാക്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് റൂട്ടില് താഴെ സൈഡില് രണ്ടിടത്തും, എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് ഇതിലും എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. അതെനിക്ക് അറിയാന്നുള്ള ഗൈസ്. ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് ഒരു സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് അവർ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അവർ മുകളിൽ ചെയ്യും, താഴെ ചെയ്യും, രണ്ട് സൈഡിൽ നിന്നും ചെയ്യും. എന്നിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കോംബ് ചെയ്യും. അപ്പോൾ സെറ്റാവും. ബാക്കിയുള്ളത് മൊത്തം ഹെയർ ഫുള്ളായിട്ട് തേക്കും.
അല്ല ബ്രഷിലുള്ളതേ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ടൈം പിടിക്കും അല്ലേ? ഞാൻ ആരെ മുമ്പിൽ തല കുനിക്കില്ല ഒന്ന്. ചളിയൊക്കെ അടിക്കണല്ലേ ഇതല്ല ഞാൻ ചളിയൊക്കെ അടിക്കണല്ലേ? യെസ് ഒന്ന് കേസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയി, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് തോന്നുന്ന ടൈമിന് ഞാൻ പോയിന്ന് മുടി വെട്ടും. അപ്പം എനിക്ക് വെളിവ് വരും, എനിക്കൊന്ന് ബുദ്ധി ഉദിക്കും. അങ്ങനെയാണ് കേസ് എൻ്റെ കാര്യം. ടൈറ്റ് ചെയ്തെടുക്ക്. അതുകൊണ്ടല്ല, നീ ഇത് മൊത്തം ഹെയർ എടുത്തിട്ടേ ആ ചെയ്തുണ്ടല്ലോ, ചെയ്തത് വിട്ടേക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്തെടുക്ക്. ഒരു മിനിറ്റ് ഗൈസ്, അങ്ങനെയല്ല, ഇത് ഇത്രയും പിടിക്കുക. എന്നിട്ട് ചീപ്പ് ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റ്. ആ അത് ഞാൻ പറഞ്ഞ അങ്ങനെ കാണിച്ചു തന്നത്. ഇറുക്കിയെടുക്ക്. അതിൽ കണ്ണാടി ഒന്ന് എടുത്തു തരുമോ? ഞാൻ എടുക്കാം. ഓക്കെ, ഇനി എനിക്ക് ഗൈഡ് ചെയ്യാം. സൈഡില് മൊത്തം ഹെയറിലും അത് എടുത്തേക്ക്. ഓക്കെ, ഇനി താഴത്തത് എടുക്കണ്ടേ? ഓക്കെ, വേണമെങ്കിൽ ഇത് വെച്ച് കോംബ് ചെയ്തോ. ടൈറ്റ് ചെയ്തെടുക്കാം. അല്ല, ഇപ്പൊ എന്റെ ഹെയർ ഒന്നാമത്തെ കാര്യം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരിടത്തുനിന്ന് കാരണം താഴെ ലെങ്ത് കുറവും മുകളിലോട്ട് വരുമ്പോ കുറച്ച് ലെങ്ത് കൂടുതലുമാണ്. അപ്പം ഇത് മുകളിൽ പിടിക്കുമ്പോഴത്തേക്ക് താഴ്ന്നു പോകും. അത് കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ എക്സ്പേർട്ട് അല്ലല്ലോ നമ്മൾ, പാവം ഭർത്താവല്ലേ. ഈ പാവം ഭർത്താവായി എന്നെയാണ് നീ ഇതൊക്കെ ചെയ്യിപ്പിക്കണേന്ന് നീ ഓർക്കണോന്ന്. കസേര വേണോ ഇരിക്കാൻ? ടൈം എടുക്കും ഗൈസ്. ഞാൻ ഏകദേശം എത്തിയിട്ട് നിങ്ങളെ കാണാൻ വരാം. ഇല്ലെങ്കിൽ എൻ്റെ സ്റ്റോറേജും തീർന്നു പോകും അല്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ഹെയർ മൊത്തം അടിച്ചു തന്നു. ഇനി ഈ ഒരു പിടിച്ചോണ്ട് നിൽക്കുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെ ആയി. ഇനി മൊമെന്റ് ഓഫ് ട്രൂത്ത് ആണ് ഗൈസ്.
സെക്ഷനൊക്കെ എടുക്കുന്ന കണ്ടാ എത്ര വഴക്ക് കേട്ടിട്ടാണ് ഇത്രയൊക്കെ എടുക്കാൻ പഠിച്ചത്. ഇതും കണ്ടോണ്ട് ഇത് കിടിലാണെങ്കിൽ ഇനി മുതല് എനിക്ക് കളർ അടിച്ചു തരണേ. വന്ന് ടെക്നോളജിയാ. നിന്നെ കണ്ടുകൂടാ, പക്ഷെ കൈ മാത്രമേ കാണുള്ളൂ. തൽക്കാലം കൈ മാത്രം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താവോ എന്തോ. വിർച്വൽ ട്രൈ ഒക്കെ നോക്കി ചൂസ് ചെയ്ത കളറാണ് ഗോൾഡൻ ബ്രൗൺ. തമ്പുരാൻ അറിയാം എന്താവുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ ഈ കളർ അടിക്കുമ്പോഴേ നമ്മുടെ ഹെയർ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണ പോലെ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ അടിക്കണ കുറച്ച് സമയത്ത് എന്തോ ഓക്കെ ആ അടിക്കണ കുറച്ച് സമയത്ത് കുറച്ചുകൂടെ ഒരു ഹെയർ ഒന്ന് സോഫ്റ്റായി ഷൈനി ആയിട്ടൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഹെയർ കളർ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയ കാര്യമാണ്. പക്ഷെ അന്ന് കുറച്ചുകൂടെ നമ്മൾ എക്സ്പെൻസീവ് കളറൊക്കെ അടിച്ചാൽ, ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് മേക്കപ്പ് പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് എനിക്ക് കളർ അടിച്ചു തന്നെയായിരുന്നു. ചീപ്പിന്റെ കോളം നേരെ പിടിക്കേ. പക്ഷെ പെട്ടെന്ന് തീർന്നല്ലേ, ഒത്തിരി ടൈം എടുത്തില്ല. ഞാൻ ടൈം പറ്റിയാൽ കൊടുത്തേക്കാം. വീഡിയോ സ്റ്റോപ്പ് ചെയ്ത ടൈമും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും അറിയാമായിരിക്കുമല്ലോ. ഇവിടെ തന്നെ തയ്ച്ചു. ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓക്കെ ഓക്കെ അത് മതി. ഈ ഹെയർ എല്ലാം വാരി ഒന്ന് മുകളിലോട്ട് വെക്കോ. ഓക്കെ, ഇനി 45 മിനിറ്റ് നമ്മൾ ടൈമർ വെക്കട്ടെ ഗൈസ്. ടൈമർ വെക്കട്ടെ. ഇനി 45 മിനിറ്റിന് ശേഷം കാണാം. അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോ, കയ്യിലാവല്ലേ, തിരിച്ചൂര്. അങ്ങനെ 45 മിനിറ്റ്.
ഓക്കെ, നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. ഇനി 45 മണിക്കൂറിന് ശേഷം കാണാം ഗൈസ്. എന്താണ് എക്സ്പീരിയൻസ്? പെട്ടെന്ന് കഴിഞ്ഞോ വിചാരിച്ചോ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? തലയിൽ അടിച്ചു തന്നെ എൻ്റെ. അങ്ങനെയല്ല, എന്താണ് തോന്നിയത്? പെട്ടെന്ന് തീരുമെന്ന് അല്ല, ഫസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് എന്ത് വിചാരിച്ചു? കൊറേ ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് സെക്ഷൻ എടുക്കാൻ പാടാണ്. കാര്യം മുടി വെട്ടിയോണ്ട് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് സെക്ഷൻ എടുക്കാൻ പാടാണ്. അത് ഒന്നാമത്തെ ടഫ്നെസ് ആയിരുന്നു. പിന്നെ രണ്ടാമത് ഇത് കളർ അടിച്ച മുടി ഒരുമാതിരി ഭയങ്കര സ്റ്റിക്കി പോലെ ഇരിക്കും. അപ്പം അടുത്ത സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ ചീപ്പിന്റെ കൂടെ മറ്റേ മുടിയും കയറി വരും. അത് സെക്ഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് മറ്റേത് അതിന്റെ കൂടെ. അതാണ് ഏറ്റവും ടഫ്. അല്ല, ഞാൻ ചോദിച്ചതല്ല. എന്ത് ആദ്യം കളർ അടിക്കാൻ നേരത്തെ എന്താണ് വിചാരിച്ചത്? ഒരുപാട് ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ അടിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ അടിച്ചു വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തീർന്ന പോലെ തോന്നും. ഇല്ലേ, പെട്ടെന്ന് തീർന്നു. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിൽ മാക്സിമം അതിനുള്ളിലേ ആവുള്ളൂ. അതിന് മുമ്പ് തീർന്നു. ഞാനും വിചാരിച്ചു ഒരു മണിക്കൂർ. മറ്റേ വീഡിയോ പൗസ് ചെയ്ത ടൈമും അടുത്ത വീഡിയോ എടുത്ത ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്തോ നോക്കാം. പക്ഷെ എന്തായാലും പെട്ടെന്ന് തീർന്നു. ഇപ്പൊ മറ്റേ കിച്ചണിലൊക്കെ നിൽക്കുന്ന അത് തന്നെ ചേച്ചിമാര് ഈ സാധനമല്ലേ വെക്കുന്നത്, അതിനുള്ളതാണ് ഇത്. ഓക്കെ, അപ്പം നമ്മുടെ ഇത് തീർന്നു. ഇനി 45 മിനിറ്റിന് ശേഷം ഇന്ദ്രചൂടൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ഞാൻ വീട്ടിലാണല്ലോ നിൽക്കണേ, പുറത്തു പോകില്ല. ഇത് കുളമായി കഴിഞ്ഞാൽ ഫുൾ ക്രെഡിറ്റും എടുത്തോണം. അല്ല, അങ്ങനെയല്ല, അതെനിക്ക് ഞാൻ പറഞ്ഞു തന്നോണ്ട് അടിച്ചേരാ എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ 45 മിനിറ്റിന് ശേഷം കാണാം ഗൈസ്. അപ്പൊ ഗൈസ് 45 മിനിറ്റായി. ഇതോ നമ്മൾ അലാറം അടിക്കുന്നു. ഇവിടെ പെരുമഴയാണ് ഗൈസ്, പെരുമഴയും കറണ്ടും പോയി. സോ ഞാനിപ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് കാണിക്കാൻ പോണത്. ഞാൻ എന്തായാലും ഈ ഹെയർ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. ചെറിയൊരു ഗോൾഡൻ കളറ് ഒന്നായെന്ന് തോന്നുന്നു. എവിടേക്കോ കളറുണ്ട്, എന്നാൽ കളറില്ല. ഞാൻ എന്തായാലും പോയതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഗൈസ്, എന്നിട്ട് നിങ്ങളെ കാണിക്കാം അല്ലേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. കുറച്ച് കളറായി. ആൻഡ് എൻ്റെ ഈ ബേബി ഹെയർസ് പറഞ്ഞിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളറായിട്ടുണ്ട്. പക്ഷേ അതുപോലെ ബാക്കിൽ നമ്മൾ ആദ്യം അടിച്ചെടുത്തും നന്നായിട്ട് കളറായി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കളറൊക്കെ കുറഞ്ഞതുകൊണ്ട് എന്താണ് വലിയ കളർ അങ്ങനെ എടുത്തറിയുന്നില്ല. എന്നാലും ഐ ലൈക്ക് ഇറ്റ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ, അതായത് ആക്ച്വലി ഈ കളറാണ് വരേണ്ടത്. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈവൻ ഷോർട്ട് ഹെയർ ആയിട്ട് പോലും എനിക്ക് ആ ഫുൾ ബോട്ടിൽ തികഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം ഒരു 2-3 ബോട്ടിലൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലേ നമ്മുടെ തലയിൽ മൊത്തം ആ ഒരു ശരിക്കും ഒരു ആക്ച്വൽ കളർ വരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഇവിടുത്തെ ഹെയറിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അത് മാത്രമല്ല നമ്മൾ നല്ല ബ്ലാക്ക് ഹെയർ ആയതുകൊണ്ട് അതിന് കളറ് വരാനായിട്ടുള്ള ടൈം എടുക്കും. ഈവൻ ഞാൻ 45 മിനിറ്റ്സ് വെച്ചു, എന്നിട്ടും അത്ര കളർ വന്നില്ല. എന്നാലും പക്ഷേ കുറച്ച് നേരം കൂടെ വെച്ചിരുന്നു എങ്കിൽ ബാക്കിലത്തെ പോലെ കളറ് വരുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ചേഞ്ച് തോന്നിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുക. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കളർ എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. നേരത്തെ ആ ഒരു ഫുൾ ബ്രൗൺ അങ്ങ് മാറി. ബ്രൗൺ അല്ല, എൻ്റെ ഒരു ചെമ്പട്ട കളർ പോലെ ആയിരുന്നു. ആക്ച്വൽ ബ്ലാക്ക് അല്ല, എന്നാലും അങ്ങനത്തെ ഒരു കളറായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ ഒരു ഗോൾഡ് ടച്ച് വന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ പറയുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല. വാ വാ വാ. ബൈ ബൈ. എന്താണ് അഭിപ്രായം? കൊള്ളാം, നല്ല രസമുണ്ട്. തികഞ്ഞില്ല പക്ഷേ. യെസ്, ഇപ്പോഴത്തെ എൻ്റെ ഹെയറിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയൂ. നല്ല രസമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ കളറ് കൂടുതലായത് ഇവിടെയാണ്, ബാക്കിലല്ലേ.
തികഞ്ഞില്ല, അതാണ് സംഭവം. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെങ്കിൽ ബൈ ബൈ ഗൈസ്, ടാറ്റാ.